രാമേട്ടാ. അതെ ഗണേശ, ഇന്ന് ചെറിയ മേഡത്തിന്റെ ബർത്ത്ഡേയാ. വൈകുന്നേരം വലിയൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പാ ഇത്. ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീയൊന്നും പേടിക്കണ്ട. നാളെ എന്റെ പെരുന്നാളാ. എനിക്ക് വളകൾ വാങ്ങിത്തരോ? ആരാ ജയിക്കാൻ നോക്കാം. നീ എന്താ അങ്ങനെ വലിച്ചോണ്ടിരിക്കുന്നത്? ഒന്ന് പെട്ടെന്ന് കളിക്കേ. അത് ഞാൻ ഇട്ടല്ലോ. എടോ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ. നീ പോയിട്ടേ ചിപ്സ് കൊണ്ടുവാ. ചൂടായിരിക്കണം കേട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ട് കട വരെ പോണം. വന്നിട്ട് ചെയ്താൽ മതിയോ? ആദ്യം ഞാൻ പറഞ്ഞു കേക്ക്. പോയവിടുന്ന്. അത് പിന്നെ തന്നോട് പറഞ്ഞത് കേട്ടില്ലേ? ചെന്ന് എടുത്തോണ്ട് വാ. സോ ഞാനാണ് ജയിച്ചത്. പെൺകുട്ടികൾ തോക്കാൻ പാടില്ല എന്നുകൊണ്ടാണ് ഞാൻ വിട്ടുകൊടുത്തത്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. എന്താ മുതലാളി, എങ്ങോട്ടാ പോകുന്നേ? ജോലിയൊക്കെ കഴിഞ്ഞു സാർ. ഓഹോ, ജോലി തീർന്നു ആരാ പറഞ്ഞേ? ഇത് പിടിച്ചേ. ഇതിൽ എത്ര മണുണ്ടെന്ന് എണ്ണി പറഞ്ഞിട്ട് പോയാ മതി. ഞങ്ങള് കളിച്ചു കഴിഞ്ഞതിന് മുമ്പ് പറഞ്ഞേക്കണം. അല്ല, എന്താ നിന്നോണ്ടിരിക്കുന്നേ? ഡോണ്ട് വേസ്റ്റ്. പോ. സാർ, നമ്മുടെ കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന എത്ര കോടി ജനങ്ങളുണ്ടോ അത്രത്തോളം മണ്ണും ഇതിലുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സാറിനെ വെച്ചോ. സംശയം ഉണ്ടെങ്കിൽ സാർ എണ്ണി നോക്കിക്കോ, കറക്റ്റ് ആയിരിക്കും. വേഗം കട്ട് ചെയ്യുമോളെ. വേഗം കഴിച്ചിട്ട് വേണ്ട വീട്ടിൽ പോവാൻ. ഹലോ മിസ്റ്റർ മോഹൻ റാം, വരൂ. പ്ലീസ് കം. ഓക്കെ, ഇവരാണ് റെഡിയാക്കിയത്. എടാ, റൂമിലൊരു വിസ്കി ബോട്ടിൽ ഉണ്ടായിരുന്നു. അത് കാണുന്നില്ല. നീ കണ്ടോ? ഇല്ലല്ലോ. നീയോ? ഞാൻ കണ്ടില്ല. അപ്പൊ എവിടെ പോയത്? നീ കണ്ടോടാ? ഇല്ലടാ. ആ പാചകക്കാരനെ ടവലിനടിയിൽ എന്തോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലോ. അതിന്റെ ഷേപ്പ് കാണാൻ നമ്മുടെ വിസ്കി ബോട്ടിൽ പോലെയല്ലേ? അതെ. വാ, പോയി നോക്കാം. എന്താ ഇത്? ഒന്നുമില്ല സാർ. കാണിക്കുന്നേ? ഒന്നുമില്ല സാർ. കാണിക്കുന്നേ? അയ്യോ, ഒന്നുമില്ല സാറേ. സാർ വേണ്ട സാർ. സാർ, ഗുഡ് ടേസ്റ്റ്. മേഡത്തിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ. ഓഹോ, ശരി, മേഡത്തിനടുത്ത് കൊണ്ടേ കൊടുത്തേക്ക്. സാർ ഇത് കൊടുക്കുമ്പോ ഇംഗ്ലീഷിൽ എന്തോ പറയാറില്ല സാർ. എന്താ സാർ അത്? ഓ, ഇംഗ്ലീഷിൽ വിഷയണോ? അതെ സാർ. ശരി, ഐ വാണ്ട് ടു മാരി യു. അങ്ങനെ പറഞ്ഞാ മതി. ഐ വാണ്ട് ടു മാരി യു എന്ന് വെച്ചാൽ എന്താ സാർ? 100 വയസ്സ് വരെ ജീവിക്കണം എന്നാണ് അർത്ഥം. അതാ സാർ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു തവണ കൂടി പറഞ്ഞു സാർ. ഐ വാണ്ട് ടു മാരി യു. ഐ വോണ്ട് 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 ടു മാരി യു. താങ്ക് യു. ഐ വോണ്ട് ടു മാരി യു. വാട്ട്? ഐ വോണ്ട് ടു മാരി യു. അത് ശരി, വേലക്കാരന് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു. എന്താടി, നിശ്ചയത്തിന് തരേണ്ട വള ഇപ്പൊ തന്നെ കൊണ്ടുവന്നു തന്നല്ലോ. Shut up! You rascal! എന്താ ധൈര്യം നിനക്ക്? എന്നെ കല്യാണം കഴിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നോ? കടക്കട പുറത്ത് പോകാൻ. I said get out! മേഡം, ഐ വാണ്ട് ടു മാരി എന്നതിനുള്ള അർത്ഥം അവൻ അറിയില്ല മേഡം. ആരോ പറഞ്ഞു കൊടുത്തത് ഇവിടെ വന്ന് പറഞ്ഞതേ ഉള്ളൂ. Happy birthday to you. Happy birthday to you. Happy birthday to Sangeeta. അമ്മേ, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ അയാളോട് സംസാരിച്ചിട്ടുള്ളതാ. അയാളെ കണ്ടിട്ട് എനിക്ക് ഒരു സാധാരണ പാചകക്കാരനെ പോലെയല്ല തോന്നുന്നത്. അവന്റെ ഓരോ നോട്ടത്തിനും ഓരോ അർത്ഥമാണുള്ളത്. അമ്മ
എന്നോട് എന്തോ ഒരു കാര്യം ഒളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെന്താന്ന് പറ അമ്മേ, പറ അമ്മേ. രാമയ്യ, ഗണേഷ് എവിടെ? അവൻ നമ്മുടെ വീട്ടിലെ ജോലി ഉപേക്ഷിച്ചിട്ട് ഹോട്ടൽ ജോലിക്ക് പോയി മാഡം. എന്താ വേണ്ടേ? എനിക്ക് ചുക്ക് കാപ്പി വേണമായിരുന്നു. ആ കാപ്പി എസ്റ്റേറ്റിലെ മാണിക്കുണ്ടല്ലോ, വെൺപൊങ്കലും ചക്കർ പൊങ്കലും ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോയി. എത്ര ദിവസമായി വാങ്ങിച്ചോണ്ട് പോയിട്ട്? ആശം കിട്ടിയിട്ടില്ല, ആളും വന്നിട്ടില്ല. നിന്റെ അടുത്ത് പോയി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ നീ എന്ത് വർത്താനാണ് പറയുന്നത്? നമ്മുടെ ഹോട്ടലിലെ ഭക്ഷണം പേടിച്ചോണ്ട് പോയി കഴിച്ചവര് ജീവനോടുണ്ടെങ്കിൽ ഇപ്പൊ വന്നേനെ. ആ അളവിന് പോലും കഴിക്കല് ബുദ്ധിയില്ലേ? വേറെന്തെങ്കിലും വേണോ? എന്താ മോനെ, ആ പെണ്ണിനെ കാണാൻ നല്ല പണക്കാരെ പോലെ ഉണ്ടല്ലോ. ടിപ്സ് അധികം വരും തോന്നുന്നു. എൻജോയ് എൻജോയ് എൻജോയ്. നിങ്ങൾ കാറി കയറ്. വേണ്ട. സാരല്ല, കേറിക്കോ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഈ കൊടയെങ്കിലും വാങ്ങിക്ക്. വേണ്ടെന്ന് പറയല്ലേ, മഴ നല്ലോണം പെയ്യുന്നുണ്ട്. പ്ലീസ്, എനിക്ക് വേണ്ടി വാങ്ങിക്ക്. നിനക്കും പ്രേമിനും മാരേജ് ആന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ. എന്നോട് ചോദിച്ചാണോ തീരുമാനം എടുത്തത്? അച്ഛ, സ്വന്തം ഇഷ്ടത്തിന് തീരുമാനം എടുത്തതിന് ഞാനാണോ ഉത്തരവാദി? നിന്റെ മനസ്സിൽ എന്താ വിചാരിച്ചോണ്ട് നീ സംസാരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിന്റെ സെലക്ഷൻ ശരിയല്ല. എന്റെ സെലക്ഷൻ തെറ്റാൻ ഒരു വഴിയുമില്ല അച്ഛ. എങ്ങനെയാ മോളെ, നിന്നെ ചെറിയ വയസ്സോട്ട് എങ്ങനെയാ വളർത്തിയെ? നീ ചോദിച്ചതെല്ലാം മേടിച്ചു തന്നു. മഹാറാണി മതി നിന്നെ നോക്കിയ. ഈ സുഖവും സന്തോഷവും ഒരു പിച്ചക്കാരനെ കൊണ്ട് തരാൻ പറ്റില്ല. ഇതെല്ലാം ഒരു കോടീശ്വരനെ കൊണ്ട് മാത്രമേ തരാൻ പറ്റുള്ളൂ. ഒരു കാശാരനെ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്യുന്നതിലും ഭേദം ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ച് കഷ്ടപ്പെടുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാറും ബംഗ്ലാവോ അന്തസ്സുള്ള പ്രേം എവിടെയാ? ഇതിനൊന്നത്തിനും വഴിയിലത്തെ ഗണേഷ് എവിടെയാ? ചെരുപ്പ് സ്വർണത്തിന്റെ ആണെങ്കിലും കാലിൽ തന്നെ ഇടണമല്ലോ. ദൈവത്തെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും തൊഴുതല്ലേ പറ്റൂ. ഗണേഷ് എന്റെ ദൈവമാണ്, അത്രേ ഉള്ളൂ. അച്ഛന്റെ മുമ്പിലും ഈ നാട്ടുകാരുടെ മുമ്പിലും വെച്ച് ഞങ്ങളുടെ കല്യാണം നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഞങ്ങളെ ഏതെങ്കിലും അമ്പലത്തിലേക്കോ രജിസ്റ്റർ ഓഫീസിലേക്കോ പോകാനുള്ള ഇട വരുത്തരുത്, പ്ലീസ്.